നമസ്കാരം. വിഴിഞ്ഞത്തു നിന്നും മീൻപിടുത്തത്തിന് പോയ മത്സ്യത്തൊഴിലാളികളുടെ വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് ഒരാൾ മരണപ്പെട്ടു. ഒരാളെ കാണാതെയുമായി. വള്ളത്തിലുണ്ടായിരുന്ന മറ്റ് 3 പേർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. പുല്ലുവിള പഴയതുറ പുരയിടം സ്വദേശി പി ആന്റണിയാണ് മരണപ്പെട്ടത്. പുല്ലുവിള കിണറ്റടിവിളാകം പുരയിടത്തിൽ സ്റ്റെല്ലസിനെയാണ് കാണാതായത്. ഇയാൾക്കായി കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂവാർ കടലിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ 10ഓടെയാണ് കോസ്റ്റൽ പോലീസ് ആന്റണിയുടെ മൃതദേഹം കണ്ടെടുത്തത്. വ്യാഴാഴ്ച രാത്രി 11ഓടെ വിഴിഞ്ഞം തീരത്തു നിന്ന് 4 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. വല വീശാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റിലും തിരമാലയിലും പെട്ട് ഇവരുടെ വള്ളം മറിഞ്ഞ് 5 പേരും കടലിൽ വീഴുകയായിരുന്നു. എല്ലാവരും പല ദിക്കുകളിലേക്ക് നീന്തിയെങ്കിലും ആന്റണിയും സ്റ്റെല്ലസും കടലിൽ താഴ്ന്നു പോവുകയായിരുന്നു. വള്ളത്തിലുണ്ടായിരുന്ന വിഴിഞ്ഞം കോട്ടപ്പുറം സ്വദേശി മുത്തപ്പൻ, പുതിയതുറ കൊച്ചുപള്ളിക്ക് സമീപം പുഷ്പദാസൻ, തമിഴ്നാട് സ്വദേശി രജിൻ എന്നിവരാണ് നീന്തി രക്ഷപ്പെട്ടത്. വിഴിഞ്ഞം സ്വദേശി സാമന്റെ അനു എന്ന വള്ളത്തിൽ മീൻപിടുത്തത്തിന് പോയതായിരുന്നു ഇവർ. കടലിൽ വീണവരിൽ മുത്തപ്പനും പുഷ്പദാസനും രജിനും കര ലക്ഷ്യമാക്കി നീന്തി. മുത്തപ്പൻ വെള്ളിയാഴ്ച രാവിലെയോടെ അടിമലത്തുറയിലും പുഷ്പദാസൻ പുല്ലുവിള തീരത്തും നീന്തിക്കയറി. ഇവരിൽ രജിൻ കപ്പലുകൾ തുറമുഖത്തിന്റെ ബർത്തിലേക്ക് എത്തുന്നതിനായി കടലിൽ സ്ഥാപിച്ചിട്ടുള്ള ബോയകളിൽ ഒരെണ്ണത്തിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. മറ്റു വള്ളക്കാരെത്തിയാണ് രജിനെ രക്ഷപ്പെടുത്തിയത്. ആന്റണിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. വിഴിഞ്ഞം കടലിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാളാണ് മരണപ്പെട്ടത്. മറ്റൊരാളെ കാണാനുമില്ല. ഈ സംഭവത്തിൽ നീന്തി രക്ഷപ്പെട്ടവരാണ് ആഴങ്ങളിൽ ആണ്ടുപോകാതെ ഭാഗ്യവശാൽ വിവിധ തീരങ്ങളിൽ വെള്ളിയാഴ്ച പുലർച്ചെയോടെ എത്തപ്പെട്ടത്. പുതിയതുറയ്ക്ക് സമീപം കൊച്ചുപള്ളി സ്വദേശി പുഷ്പദാസനും സുഹൃത്തും കോട്ടപ്പുറം സ്വദേശിയുമായ മുത്തപ്പനും തമിഴ്നാട്ടുകാരനായ രജിൻ എന്നിവരാണ് ഇതിൽ രക്ഷപ്പെട്ടവരും. വ്യാഴാഴ്ച രാത്രി 11ഓടെയായിരുന്നു ഈ സംഭവം നടന്നത്. വള്ളം മറിഞ്ഞ് താഴ്ന്നു പോയെങ്കിലും നീന്തി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പുഷ്പദാസൻ പറയുന്നത്. കരയെത്തുമെന്ന ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എന്നും മുത്തപ്പൻ പറയുന്നു. സർവ്വശക്തിയുമെടുത്ത് കരയിലെ പൊട്ടുപോലുള്ള അടയാളങ്ങൾ ലക്ഷ്യം വെച്ചാണ് നീന്തിയത്. നീന്തി അവശനിലയിലായ രജിൻ തുറമുഖത്തിനടുത്ത് കടലിൽ സ്ഥാപിച്ചിരുന്ന ബോയകളിലായിരുന്നു പിടിച്ചു കിടന്നത്. മറ്റു വള്ളക്കാർ കണ്ടതിനെ തുടർന്നാണ് രജിന് ജീവൻ രക്ഷിക്കുവാൻ ആയതും.